ഡ്രാഗ് ചെയ്യും. മനസ്സിലായില്ലേ? ഒന്നാമത്തെ കാര്യം താത്ത, നിങ്ങൾ ചോദിച്ചത് ഞാനിടുന്ന സിന്ദൂരത്തിന്റെ കണക്കാണ്. എന്റെ പൊന്നുചങ്ങായി, നിങ്ങളെ കാമുകൻ കാസർഗോഡുകാരനല്ലേ? ഷറഫ് അലി കാസർഗോഡുകാരനല്ലേ? ഓനോട് നിങ്ങൾക്ക് ചോദിക്കാറില്ല. നിങ്ങളോട് ഞാൻ നേരത്തെയും എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വന്നിരുന്ന് കുരക്കുന്നതിന് മുന്നേ ഒന്നുമില്ലെങ്കിലും 2-3 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം താത്താന്ന്. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ. ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ചർച്ചാ വിഷയമായ ഷാജിദ ഷാജിയെ പറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ഷാജിദ ഷാജിയുടെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു നിക്കാഹിൽ തുടങ്ങിയ കാര്യം ഇപ്പോൾ വന്ന് നിൽക്കുന്നത് പല വഴിയിലോട്ടാണ്, പല ആളുകളിലേക്കുമാണ് നിൽക്കുന്നത്. അപ്പം ആദ്യം പറഞ്ഞു ഒരു നിക്കാഹ് കഴിച്ചു എന്ന്, പിന്നെ പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ നിന്നും ശല്യം കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞു പോയതാണ് എന്നൊക്കെ. അതിൽ സത്യമുണ്ടോ കള്ളമാണോ സത്യമാണോ വാട്ടെവർ, അതെന്തോ വേണമെങ്കിലും ആയിക്കോട്ടെ, അതവിടെ കഴിഞ്ഞു ആ മാറ്റർ. ഇപ്പോൾ ഷാജിദ എനിക്ക് തോന്നുന്നു ഈ ചാനലിൻ്റെ റീച്ചിൻ്റെ കാര്യങ്ങൾ പഠിച്ചു എന്ന് തോന്നുന്നു. ആവശ്യമില്ലാതെ ഓരോരുത്തരും ഇങ്ങനെ വലിച്ച് അതിലേക്ക് കൊണ്ടിടുവാണ്. അപ്പോൾ ആദ്യം നാത്തൂനെ പറഞ്ഞു, അത് കഴിഞ്ഞു, ആ മാറ്റർ നമുക്ക് വിടാമല്ലേ. ഇപ്പോൾ അതാ വലിച്ചിട്ടേക്കുന്നത് മറ്റേ കണ്ണനെ വരയ്ക്കുന്ന ജസ്ന. അപ്പോൾ ആൾ ഉദ്ദേശിച്ചത് വേറൊരു ജസ്നേനെയാണ്, ജസ്നാസ് വ്ലോഗിലെ ജസ്നേനെയാണ് ഉദ്ദേശിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് നമ്മുടെ കണ്ണനെ വരയ്ക്കുന്ന ജസ്ന അവരെ പറഞ്ഞുകൊണ്ട് പ്രതികരിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ ഷാജിദ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. വഴിയിൽ കൂടെ പോകുന്ന വയ്യാവേലിയൊക്കെ തലയിലെടുത്ത് വയ്ക്കുകയാണ് ഷാജിദ. കാരണം ഈ ഷാജിദയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് വിവരമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. വിദ്യാഭ്യാസവും വിവരമില്ലായ്മയും ആ സംസാരത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഫാമിലിയിലും ഉണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വളർത്തുന്നവർ. അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീയെ ഇങ്ങനെ അവരുടെ, കാരണം ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് വെച്ചാൽ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോസിൽ 2-3 പേര് വന്ന് പറഞ്ഞായിരുന്നു അവരുടെ ഉപ്പാനെ നഷ്ടപ്പെട്ടു, ഉമ്മായും കൂടി നഷ്ടപ്പെടുത്തരുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഷാജിദ സ്റ്റോപ്പ് ചെയ്ത് നോർമൽ വ്ലോഗുകൾ, അവരുടെ യാത്രകൾ, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായിട്ടുള്ളൊരു ലൈഫ് കിട്ടും. അല്ലാതെ വീണ്ടും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാജിദ. അപ്പം അത് നിർത്തിയാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാം, സമാധാനമായിട്ട് ജീവിക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹെലനോസ് പാർട്ടേനെ വലിച്ചിട്ടിട്ടുണ്ട്. ഹെലനോസ് പാർട്ട സിന്ദൂരം ഇടുന്നോ അതിനെ പറ്റി അതും വഴിയേ പോയ ആ കൊച്ച് ഒന്നിനും വന്നിട്ടില്ല. പിന്നെ ചുമ്മാ ഇരുന്ന് ആ കൊച്ചിനെ ഷാജിദ എന്താണ് സിന്ദൂരം ഇട്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ആ കൊച്ചിനെ കയറി ചൊറിയാൻ പോയി. അത് ഇന്നലെ ഒരു പ്രതികരിച്ച് ഒരു വീഡിയോ ഇട്ടു, എന്നിട്ടും കേട്ടില്ല. രണ്ടാമതൊരു വീഡിയോ ഇട്ടു, അത് നമുക്കൊന്ന് കാണാം. നമ്മുടെ ഷാജിദ താത്ത എന്തോ വീഡിയോ ഇട്ടോന്നും പിന്നെ അതില് എന്നെ കുറിച്ച് പരാമർശിച്ചു എന്നൊക്കെ ഉള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ കോള് വന്നിട്ടാണ് ആക്ച്വലി ഞാൻ എണീച്ചത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ നേരത്തെ കുറച്ച് മുന്നേ ഒരു 2 hours മുന്നേ പറഞ്ഞതാണ് ഈ ടോപ്പിക് ഞാൻ നിർത്തുന്നതാണെന്നുള്ളത്. പിന്നെ താത്തയായിട്ട് നമ്മുടെ പേര് വലിച്ചിട്ടത് കൊണ്ട് എൻ്റെ പാർട്ട് മാത്രം ഞാൻ പറഞ്ഞിട്ട് പോവാം. നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ചൊറിയാൻ നിൽക്കുന്നത്? ഞാൻ നിങ്ങളോട് എപ്പോഴും ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാണ്ടും നിങ്ങൾ ആരെങ്കിലും കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രീവിയസ് വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യ്, എന്നിട്ട് നമ്മുടെ പേരൊക്കെ ഡ്രാഗ് ചെയ്യ്.
മനസ്സിലായില്ലേ? ഒന്നാമത്തെ കാര്യം താത്ത, നിങ്ങൾ ചോദിച്ചത് ഞാൻ ഇടുന്ന സിന്ദൂരത്തിന്റെ കണക്കാണ്. എന്റെ പൊന്നു ചങ്ങായി, നിങ്ങളെ കാമുകൻ കാസർഗോഡുകാരനല്ലേ? ഷറഫലി കാസർഗോഡുകാരനല്ലേ? ഓനോട് നിങ്ങൾക്ക് ചോദിക്കായിരുന്നില്ല? നിങ്ങളോട് ഞാൻ നേരത്തെയും എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വന്നിരുന്ന് കുരക്കുന്നതിന് മുന്നേ ഒന്നുമില്ലെങ്കിലും 2-3 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം താത്താന്ന്. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കാമുകനോട് ചോദിക്കായിരുന്നില്ലേ കാസർഗോഡ് ഭാഗത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന്? ചോദിച്ചിട്ട് പോരായിരുന്നില്ലേ താത്ത ഈ കൊരക്കല്? ഒന്നാമത്തെ കാര്യം, താത്തയുടെ അറിവിലേക്കായി. എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എന്നാലും താത്തയുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ കാസർഗോഡാണ്, കാമുകനും കാസർഗോഡാണെന്ന് ചോദിച്ചു നോക്കൂ. വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചോദിച്ചു നോക്കൂ. അപ്പം കേട്ടല്ലോ ഹെലന സ്പാർട്ട കൊടുത്ത മറുപടി. ആ കൊച്ച് വെറുതെ പോയ കൊച്ചിനെയും കൂടെ ഇതിൽ വലിച്ചഴിച്ചിട്ടേക്കുന്നത് എന്തിനാണ്? ഈ വഴിയിൽ കൂടെ വെറുതെ ഇരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ തലയിലെടുത്ത് വയ്ക്കുന്നത്. ഇതെല്ലാം ഒഴിവാക്കി, ശരി അങ്ങനെ ഒരു അബദ്ധം പറ്റി, ആദ്യം അറിയാതൊരു കള്ളം പറയേണ്ടി വന്നു, അത് കഴിഞ്ഞു. അപ്പോൾ അത് വിട്ടിട്ട് നോർമൽ ലൈഫിലേക്ക് പോവാതെ വീണ്ടും ഓരോരുത്തരെ വലിച്ചഴിച്ചു. പിന്നെ അതിലേക്ക് ജസ്നയെ പറഞ്ഞു, ജസ്നാസ് വ്ലോഗിലെ ജസ്നയെ പറഞ്ഞു, അതിനെതിരെ ജസ്ന കണ്ണന വരയ്ക്കുന്ന ജസ്ന വന്നു. പിന്നെ ഇറ്റ്സ് മീ റംനയിലെ റംനയെ പറഞ്ഞു, റംന ഒന്ന് പ്രതികരിച്ചു. പിന്നെ ഓരോരുത്തരെ ആയിട്ടിങ്ങനെ ആരെയൊക്കെ എന്താ ഒരു കാര്യം പറയുമ്പോൾ 1000 പേര് അതിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരികയാണ് ഷാജിദത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ വീണ്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ. നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ വരും ഈ പ്രശ്നങ്ങൾ. അപ്പോൾ എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഇത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ, നോർമൽ ലൈഫിലേക്ക് പോവാം. ഓരോരുത്തരെ വലിച്ചിടും തോറും അതിൻ്റെ കാഠിന്യവും കോംപ്ലിക്കേഷൻസും കൂടി വരും. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.